ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിൽ ഉടനെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അനന്തപുരിയിൽ വീണ്ടും സന്തോഷത്തിന്റെ ദിവസങ്ങൾ എത്തുകയാണ്. മുത്തശ്ശൻ നേരിട്ട് തന്നെ ചെന്ന് ആദർശനോടും നയനയോടും കാര്യങ്ങളെല്ലാം സംസാരിക്കുകയും മുത്തശ്ശൻ എന്തിനാണ് ഇതുപോലൊരു നാടകം കളിച്ചെന്നുള്ള കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനിയും കുടുംബത്തെയും അപായപ്പെടുത്താൻ നോക്കിയിരുന്ന മുഖ്യ ശത്രുവിനെ ആദർശ് കണ്ടുപിടിക്കുകയും അത് നാഗേന്ദ്രനാണെന്ന് മുത്തശ്ശനെ അറിയിക്കുന്നതോടുകൂടി ആദർശിനെ ഏൽപ്പിച്ച ദൗത്യം ആദർശ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ നേരിട്ട് ഗസ്റ്റ് ഹൗസിൽ ചെന്ന് ആദർശനും നയനെയും കാണുകയും എത്രയും പെട്ടെന്ന് തന്നെ വിജയശ്രീ ലാളിതയായി രാജകീയമായിട്ട് തന്നെ തിരിച്ച് അനന്തപുരിയിലേക്ക് എത്തണമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനു മുമ്പായിട്ട് വീട്ടിൽ നാളെ ഒരു പൂജ നടക്കുന്നുണ്ടെന്നും ആ പൂജയ്ക്ക് ശേഷം നല്ല മുഹൂർത്തത്തിൽ തന്നെ നിങ്ങൾ തിരിച്ച് അങ്ങോട്ടേക്ക് സന്തോഷത്തോടെ കയറി വരണമെന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അതോട് കേൾക്കുമ്പോഴേക്കും ആദർശനും നയനയ്ക്കും ഒരുപാട് സന്തോഷമാവുകയാണ്. പിന്നീട് മുത്തശ്ശൻ നാഗേന്ദ്രൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയും നാഗേന്ദ്രന്റെ കണക്കിന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നീ എന്നോടും എന്റെ കുടുംബത്തിലുള്ളവരോടും ചെയ്ത നന്ദികേടൊന്നും ഞാൻ ഇതുവരെ മറന്നിട്ടില്ലെന്നും ഇനിയും പഴയതുപോലെ ആവർത്തിക്കാനാണെങ്കിൽ എന്റെ ശരിക്കുള്ള സ്വഭാവം വീണ്ടും നീ അറിയുന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ഒരു താക്കീത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഇനി എന്റെ കൺവെട്ടത്ത് പോലും നിന്നെ കാണരുത്, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊക്കോണം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ മുത്തശ്ശൻ. എന്നാൽ നാഗേന്ദ്രനാണെങ്കിൽ അതത്ര വകവയ്ക്കുന്നൊന്നുമില്ല. കാരണം ബിസിനസ്സിൽ ഒരു ഉയർച്ച ഉണ്ടായെങ്കിലും ഇപ്പം മൊത്തത്തിലൊരു പ്രതീക്ഷിക്കാത്ത തകർച്ചയാണ് AN ജ്വല്ലറിക്ക് സംഭവിച്ചിരിക്കുന്നത്. എന്നാലും അവന്തിക കളിച്ചുകൊണ്ടിരിക്കുന്ന നാടകം ഇപ്പോഴും അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണല്ലോ. അനിയെ വിവാഹം കഴിക്കുന്നതോടുകൂടി കമ്പനിയുടെ MD സ്ഥാനവും അതുപോലെ അനന്തപുരി തറവാടും അവന്തിക വഴി തന്നെ നേടിയെടുക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നാഗേന്ദ്രനും. എന്നാൽ എല്ലാവരുടെയും മുമ്പിൽ ചമ്മിനാറ് നടക്കുകയാണ് അബി. AN ജ്വല്ലറിയിൽ ജോയിൻ ചെയ്തതിനു ശേഷം തിരിച്ചടികൾ മാത്രമാണ് അബിക്ക് നേരിടേണ്ടി വന്നത്. 2 പ്രാവശ്യവും അനിയുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വന്നതിന്റെ നാണക്കേടും പിന്നെ തറവാട്ടിലുള്ളവരുടെ പരിഹാസവും എല്ലാം കൂടി ആവുമ്പോഴേക്കും അബിക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുകയാണ്. എന്നാൽ അനന്തപുരിയിലുള്ള എല്ലാവരും ഭയങ്കര ആഹ്ലാദത്തിലും സന്തോഷത്തിലും ഇരിക്കുന്ന ഈ ഒരു സമയത്ത് പോലും നബിയുടെ മനസ്സിൽ ആകെ ഒരു വല്ലാത്ത വിഷമം തന്നെയാണ്. അബി തന്നെ ഇത്രയും നാളും സ്നേഹം നടിച്ച് ചതിക്കുകയായിരുന്നു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞതിന് ശേഷം അനന്തപുരിയിലുള്ളവരെയും ആദർശേട്ടനെയും നയനെയൊക്കെ എങ്ങനെയെങ്കിലും സഹായിക്കണം, തന്നെ കൊണ്ട് പറ്റും പോലെ സഹായിക്കണം എന്നൊക്കെയാണ് നവ്യ വിചാരിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി തന്നെ കൊണ്ട് കഴിയുമ്പോഴെല്ലാം നവ്യ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് നാഗേന്ദ്രയും ഡേവിഡും അബിയും ഒക്കെ കൂടി പ്ലാൻ ചെയ്തിരുന്ന പല അപകടങ്ങളും തലനാരിഴയ്ക്ക് ഒഴിവായി പോവുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ ഒരു സമാധാനം നവ്യയുടെ മനസ്സിലുണ്ട് കേട്ടോ. അവരുടെ കൂടെ നിന്ന് അവരെ തകർത്തെറിയാനുള്ള വഴികളാണ് നവ്യ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതും. എന്നാൽ നവ്യ ഇപ്പൊ അലട്ടുന്ന പ്രശ്നം അനിയുടെയും അവന്തികയുടെയും വിവാഹ നിശ്ചയമാണ്. മുത്തശ്ശൻ തന്നെ ഇത് മുന്നിൽ നിന്ന് നടത്തി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നതുകൊണ്ട് നവ്യക്ക് ഈ വിവാഹ നിശ്ചയം എങ്ങനെ മുടക്കണമെന്നറിയാതെ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അനിക്ക് അവന്തികയെ വിവാഹം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ലെന്നുള്ളത് അറിഞ്ഞിട്ടും മുത്തശ്ശന്റെ നിർബന്ധപ്രകാരം മാത്രമാണ്, മുത്തശ്ശന്റെ വാക്കുകൾ ധിക്കരിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രമാണ് അനി അവിടെ പിടിച്ചു നിൽക്കാൻ നോക്കുന്നത്. ഇപ്പോഴും അനിയും നന്ദുവും തമ്മിൽ പഴയ പോലെ തന്നെ സ്നേഹമുണ്ടെന്നും അവർ നല്ല അടുപ്പത്തിലാണെന്നും അവർക്ക് പരസ്പരം പിരിയാനാകാത്ത വിധം അവർ തമ്മിൽ അടുത്തു എന്നൊക്കെ നവിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവന്തികയും അനിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം മുടക്കണമെന്നും അവന്തികയുടെ സ്ഥാനത്ത് നന്ദു തന്നെ ഈ വീട്ടിലേക്ക് മരുമകളായി കയറി വരണമെന്നും അവൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം അവൾക്ക് ഉണ്ടാവണമെന്നൊക്കെ നവ്യ ഒരുപാട് ആഗ്രഹിക്കുകയാണ് കേട്ടോ. ഇപ്പോ ഈ വിവാഹ നിശ്ചയം എങ്ങനെയെങ്കിലും മുടക്കണം എന്നുള്ളൊരു വാശിയിൽ തന്നെയാണ് നവ്യ. എന്നാൽ അനന്തപുരിയിൽ പൂജയ്ക്കും ഈ വിവാഹ നിശ്ചയം നടത്താനും ഒക്കെ ആയിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. വീട് മുഴുവൻ പൂക്കൾ കൊണ്ടും ഒക്കെ അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതൊക്കെ കാണുമ്പോൾ നവിക്ക് ഭയങ്കര സങ്കടവുമാണ് കേട്ടോ. നടക്കാൻ പോകുന്ന ഈ വിവാഹ നിശ്ചയം എങ്ങനെയെങ്കിലും മുടക്കിയേ പറ്റുള്ളൂ. എന്റെ നന്ദു ഒരുപാട് കൊതിച്ചതാ അനിയുമായുള്ള ജീവിതം. അവന് ജീവനാ. താൻ സ്നേഹിച്ച പയ്യൻ മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടുന്ന കാഴ്ച അത് അവൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് അനിയുടെ കാര്യവും. നന്ദു അല്ലാതെ മറ്റൊരു പെണ്ണിന്റെ ഭാര്യയുടെ സ്ഥാനത്ത് കാണാൻ അനിക്കും ആവില്ല. അവർ തമ്മിൽ അത്രത്തോളം അടുത്തു കഴിഞ്ഞു. വീട്ടുകാരുടെ സമ്മർദ്ദം കൊണ്ടാണ് അവരുടെ ആഗ്രഹം നടക്കാതെ പോകുന്നത്. എന്നാൽ ഇനി അതിനെ അനുവദിച്ചുകൂടാ. അവരുടെ ആഗ്രഹം പോലെ അവർ രണ്ടുപേരും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം. അതിനൊരിക്കലും അവന്തികയെ പോലൊരു വഞ്ചിക്ക് തടസ്സമാകരുത്. അവളുടെ തനി സ്വഭാവം എല്ലാവർക്കും മുമ്പിൽ തുറന്നു കാട്ടുക തന്നെ വേണം. അവൾ ഇപ്പോഴും ഇവിടെയുള്ള എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഇവിടെയുള്ള എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കണമല്ലോ. അതിന് ഞാൻ തന്നെ മുന്നിട്ട് ഇറങ്ങിയാലേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നവ്യ മനസ്സിൽ തീരുമാനിക്കുകയാണ്. അബിയെ പോലെ ഒരു ചതിയനെ വിശ്വസിച്ചതുകൊണ്ട് എന്റെ ജീവിതം വഴിമുട്ടിയിരിക്കുക. എന്റെ അനിയത്തിമാരുടെ ജീവിതം കൂടി നശിപ്പിക്കാൻ ഞാൻ അവരെ സമ്മതിക്കുകയല്ല എന്നൊക്കെ നവ്യ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അബി അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് നവ്യോട് ചോദിക്കുന്നുണ്ട്, നവ്യ നീ ഇവിടെ എന്തെടുക്കുക? താഴെ ഒരുക്കങ്ങളൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് നീ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുകയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? അതെന്താ നവ്യ നീ അങ്ങനെ പറഞ്ഞത്? കാരണം ഒരു നാളെ ഈ വീട്ടിൽ വലിയൊരു പൂജ നടത്താൻ തീരുമാനിച്ചിരിക്കുക. ആദർശൻ നയനയും ഇവിടുന്ന് പടി ഇറങ്ങിയതിനു ശേഷം ഇതുപോലുള്ള ആഘോഷങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചിരിക്കുകയായിരുന്നല്ലോ. പിന്നെ പെട്ടെന്ന് ഇതുപോലെ ഒരു പൂജ നടത്താൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു.
പിന്നെ എനിക്ക് മനസ്സിലായത് മറ്റന്നാൾ അവന്തികയും അനിയും തമ്മിലുള്ള വിവാഹ നിശ്ചയമാണല്ലോ, അതിന് മുന്നോടിയായിട്ടാ ഈ പൂജയൊക്കെ നടത്തുന്നതെന്ന്. കഴിഞ്ഞ 2 പ്രാവശ്യം എന്നെ തോൽപ്പിച്ചുകൊണ്ട് അവനല്ലേ വിജയിച്ചത്. കൂപ്പ് കുത്തിയ മൂർത്തീസ് ജ്വല്ലറി വീടും തലയെടുപ്പോടു കൂടി ഉയർന്നു വന്നില്ലേ, അതിന്റെ ഒരു സന്തോഷമായിരിക്കും മൂപ്പര് കാണിക്കുന്നത്. പോരാത്തതിന് ഡിസൈനർ കോമ്പറ്റീഷനിൽ നയനയ്ക്ക് നല്ല വിജയം ഉണ്ടായല്ലോ. നയനയാണ് കഷ്ടപ്പെട്ട് ഡിസൈനൊക്കെ വരച്ചെങ്കിലും അതിന്റെ നേട്ടവും അനിക്കല്ലേ കിട്ടിയത്. അനിയുടെ ഭാഗ്യം കൊണ്ടാ കമ്പനിക്ക് ഇപ്പൊ നേട്ടം ഉണ്ടായെന്നൊക്കെയാ മൂപ്പര് പറയുന്നത്. അപ്പോഴും ആദർശിനെ നയനം തിരികെ വിളിക്കാൻ കൂട്ടാക്കിയില്ല. അതെന്തായാലും ഒരു കണക്കിന് നന്നായി. അവരിങ്ങോട്ടേക്ക് വരാത്തത് തന്നെയാ നല്ലത്. അനി എം ഡി സ്ഥാനത്തിരിക്കുന്ന തന്നെയാ നല്ലത്. അവന്തികയെ വിവാഹം കഴിച്ചതിന് ശേഷം അവന്തി ഒരു എം ഡിയുടെ ഭാര്യയാകാൻ പോവല്ലേ. അപ്പൊ അവക്കും അതിലൊരു റോളൊക്കെ ഉണ്ടാകും. അങ്ങനെ നമ്മുടെ കാര്യവും സേഫ് ആവുമെന്നൊക്കെ നവ്യോട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ ആബി. അപ്പൊ നവ്യക്ക് ഇതൊക്കെ കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. മറ്റന്നാൾ നടക്കാൻ പോകുന്ന അനിയും അവന്തികയും തമ്മിലുള്ള വിവാഹ നിശ്ചയം എങ്ങനെ മുടക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താ അബി വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് കേൾക്കുമ്പോൾ നവ്യക്ക് നന്നായിട്ട് ചൊറിഞ്ഞു കയറുന്നുണ്ടെങ്കിലും നവ്യ മുഖത്ത് വലിയ ഭാവവ്യത്യാസം ഒന്നും വരുത്താതെ തന്നെ പറയുന്നുണ്ട്. എന്തായാലും അതുപോലെയൊക്കെ കാര്യങ്ങൾ നടക്കട്ടെ. നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടന്നാൽ എല്ലാം നമുക്ക് അനുകൂലമായിരിക്കും. അവന്തിയും അനിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം എത്രയും പെട്ടെന്ന് നടക്കണം തന്നെയല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതങ്ങനെ നടക്കട്ടെ. എന്റെ അനിയത്തി എന്ന് പറയുന്ന ആ നന്ദു, അവൾ ഇങ്ങോട്ടേക്ക് മരുമകളായിട്ട് വരരുത്, എനിക്ക് അത്രയേ ഉള്ളൂ. നന്ദു ഒഴിച്ച് അനി മറ്റാര് വിവാഹം കഴിച്ചാലും എനിക്ക് അതൊരു പ്രശ്നമേ അല്ലാന്ന് പറയാണ് കേട്ടോ നവ്യ. അപ്പൊ അഭി പറയുന്നുണ്ട്, അതൊക്കെ ശരിയാ നവ്യെ, എന്നാലും അനിയുടെ ഒരു 2ാം വിവാഹമല്ലേ ഇത്. എന്റെ അനിയത്തിയുടെ ആദ്യത്തെ വിവാഹമാ. ഒരു 2ാം കെട്ടുകാരനാണല്ലോ എന്റെ അനിയത്തെ വിവാഹം കഴിക്കുന്നതെന്നൊക്കെയുള്ള ഒരു അമർഷമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ അവധിക്ക് അനിയോട് ഇപ്പൊ നല്ല ഇഷ്ടമുണ്ടല്ലോ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ അവധിക മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ സോപ്പിട്ട് നിൽക്കുന്നോണ്ട് അവളുടെ കല്യാണം അവർ നല്ല ഗ്രാൻഡ് ആയിട്ട് തന്നെ നടത്തും. അവൾക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്ത് അവൾ നല്ല മാന്യമായിട്ട് തന്നെ കെട്ടിക്കുമെന്നാ എന്റെ ഒരു പ്രതീക്ഷ. അവളുടെ കല്യാണം നല്ല രീതിക്ക് നടക്കണം, അത്രമാത്രം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പിന്നെ കല്യാണം കഴിഞ്ഞാലും ഒരു എം ഡിയുടെ ഭാര്യ എന്നുള്ളൊരു സ്ഥാനം അവൾക്ക് ഉണ്ടാവുമല്ലോ, അത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് അഭി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. എങ്കിലല്ലേ ഞങ്ങളുടെ പ്ലാൻ പോലെ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ. അവന്തികയുടെ കഴുത്തിൽ അനി താലി കെട്ടി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഞങ്ങളുടെ കൈവശവാ. എന്റെ അച്ഛൻ ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാം ഞങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങും. ഈ മൂർത്തീസ് ജ്വല്ലറിയും അനന്തപുരി തറവാടും ഈ കിളവന്റെ എല്ലാ സ്വത്ത് സമ്പാദ്യങ്ങളും എല്ലാം ഞങ്ങളുടെ കയ്യിൽ തന്നെ വന്നു ചേരും. ആ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. അന്ന് നീയും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല, എന്നിട്ട് നിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അഭി മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നവ്യയും ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. കാരണം അബിയുടെയും അവന്തികയുടെ ഒക്കെ കള്ളത്തരങ്ങൾ ഏകദേശം നവ്യക്ക് ഇപ്പൊ മനസ്സിലായി കഴിഞ്ഞു. അവന്തിക എന്തുകൊണ്ടാണ് അനിയത്തിനെ വിവാഹം കഴിക്കണം എന്നും പറഞ്ഞ് അവന്റെ പിന്നാലെ നടക്കുന്നെന്നുള്ളത് ഇപ്പൊ നമ്മുടെ നവ്യക്ക് നന്നായിട്ട് ബോധ്യമായിട്ടുണ്ട്. അനന്തപുരി തറവാടും ഈ സ്വത്തുക്കളും മൂർത്തീസ് ജ്വല്ലറിയൊക്കെ കണ്ടിട്ടാണ് അനിയെ വിവാഹം കഴിക്കാൻ അവന്തിക ഇത്രയും തിടുക്കം കൂട്ടുന്നതും. അവനോടല്ല, അവന്റെ സ്ഥാനത്തോടും അവന്റെ സ്വത്തുക്കളോടും മാത്രമാണ് അവന്തികയ്ക്ക് താല്പര്യം. അല്ലാതെ അനിയോട് ഒരിറ്റു പോലും സ്നേഹമുള്ളതായിട്ട് നവ്യക്ക് തോന്നുന്നില്ല. നവ്യ ചോദിക്കുന്നുണ്ട്, അല്ല അഭി നീ എന്താ ഈ ആലോചിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അഭി പറയുക, അതല്ല നവ്യെ, ഞാൻ ഓർക്കുകയായിരുന്നു. അയർലൻഡിലെ പഠനം കഴിഞ്ഞ് അവൾ തിരികെ വന്നപ്പോൾ നമ്മളെ ശത്രുക്കളെ പോലെയല്ലേ കണ്ടത്. നമ്മുടെ ശത്രുക്കളോട് അവൾ ഇച്ചിരി അടുപ്പം കാണിക്കുകയും ചെയ്തു. അതെന്തായാലും ഇപ്പൊ നന്നായില്ലേ. നമ്മളെക്കാളും ഒക്കെ ബുദ്ധിയുള്ളവളാ അവള്, അതുകൊണ്ടല്ലേ അവൾ ഇങ്ങനെ ഒരു നീക്കം നടത്തിയത്. ആദ്യമൊക്കെ നമുക്ക് പോലും അതൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല. അത്രയ്ക്ക് നന്നായിട്ടല്ലേ അവൾ അഭിനയിച്ചുകൊണ്ടിരുന്നത്. നമ്മളെ നിരന്തരം കുറ്റപ്പെടുത്തുകയും ചതിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തവർക്ക് അവന്തിക തന്നെ തിരിച്ചടി കൊടുക്കാൻ പോകുന്നത്. എന്തായാലും ഈ വിവാഹം നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കണം. അതിനുവേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ അബി അവിടുന്ന് പോവുകയാണ് കേട്ടോ. അബി അവിടുന്ന് പോകുന്നത് ദേഷ്യത്തോടെ തന്നെ നവ്യ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് നവ്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നിന്റെയും നിന്റെ പെങ്ങളുടെയൊക്കെ മനസ്സിലെ വിചാരം ഒരിക്കലും നടക്കാൻ പോകുന്നില്ലടാ. നീയും അവളും ഒക്കെ ചേർന്ന് നടത്തുന്ന ഈ നാടകം അത് ഞാൻ തന്നെ പൊളിച്ചെടുക്കും. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്തായാലും നടക്കാൻ പോകുന്നില്ല. അതിനെനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് നവ്യ. അങ്ങനെ വീട് മുഴുവൻ സന്തോഷത്തോടെ പൂമാലകൾ കൊണ്ട് അലങ്കരിക്കുന്ന സമയത്തും മുറിക്കുള്ളിൽ ആകെ സമനില തെറ്റിയ അവസ്ഥയിൽ ഇരിക്കുകയാണ് അനി. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇത്രയൊക്കെ ചെയ്തിട്ടും തന്റെ മനസ്സിലുള്ള സങ്കടം മാത്രം ആരും ഗൗനിക്കുന്നില്ലല്ലോ. എല്ലാവരും അവരുടെ അഭിമാനവും അന്തസ്സും ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി തന്റെ ജീവിതം തന്നെ കരുവാക്കുവാണല്ലോ എന്നൊക്കെ അനി ഇങ്ങനെ ആലോചിച്ച് പോവുകയാണ്. നാളത്തെ പൂജ കഴിഞ്ഞാൽ മറ്റന്നാൾ അവന്തിയുമായുള്ള വിവാഹ നിശ്ചയം. മുത്തച്ഛൻ അത് തീരുമാനിച്ചു കഴിഞ്ഞു. മുത്തച്ഛന്റെ തീരുമാനത്തെ എതിർക്കാൻ കഴിയില്ലല്ലോ, പിന്നെ എന്ത് ചെയ്യും? ആരും എനിക്ക് വേണ്ടി ഒരക്ഷരം പോലും സംസാരിക്കുന്നുമില്ല. എനിക്കാണെങ്കിൽ ഈ മുറിക്കുള്ളിൽ ഇരുന്നിട്ട് ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്നു. നന്ദുവിനെ ഒന്ന് കാണാനോ അവളോട് 2 വാക്ക് സംസാരിക്കാനോ പോലും കഴിയുന്നില്ല. ഈ വിവാഹ നിശ്ചയം എങ്ങനെയെങ്കിലും മുടക്കിയേ പറ്റുള്ളൂ. ബാക്കിയുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി എന്റെ ജീവിതം എന്തിനാ ഞാൻ നശിപ്പിക്കുന്നേ? മറ്റുള്ളവർക്ക് ഹോമിക്കാൻ വേണ്ടി എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം തന്നെ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ അവന്തിക കയറി വരുന്നതും. ഡോറ് തുറന്ന് അങ്ങോട്ടേക്ക് കയറി വരുന്ന അവന്തികയെ കാണുമ്പോഴേക്കും എനിക്ക് ആകെ പിടിവിടുകയാണ് കേട്ടോ. അവന്തികയെ കാണുന്നത് പോലെ ഇപ്പൊ വെറുപ്പും ദേഷ്യമാണ് എനിക്ക്.
അനിയേട്ട എന്ന് വിളിച്ചോണ്ട് അവൾ അകത്തോട്ട് കയറി വരുമ്പോഴേക്കും ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അനി ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇപ്പൊ നീ ഇങ്ങോട്ടേക്ക് വന്നത്? എന്റെ റൂമിലേക്ക് നീ എന്തിനാ കയറി വന്നെന്നാ ഞാൻ ചോദിച്ചേ എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് തന്നെ ചോദിക്കുകയാണെ. അവന്തേക്ക് ആകെ സങ്കടം വരികയാണ്. അവന്തിക തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്താ അനിയേട്ട ഇത്? എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? ഞാൻ അനിയേട്ടനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതല്ലേ. എന്തിനാ അനിയേട്ടൻ എന്നെ എപ്പോഴും ഇങ്ങനെ ഒഴിവാക്കി സംസാരിക്കുന്നത്? മറ്റന്നാൾ നമ്മുടെ വിവാഹ നിശ്ചയമാ. നാളെ ഈ വീട്ടിൽ വലിയൊരു പൂജ നടക്കുന്നുണ്ട്. അതിനുശേഷം മറ്റന്നാൾ നമ്മുടെ വിവാഹ നിശ്ചയവും. പിന്നെ അനിയേട്ടൻ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അനിയേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോവാ. ഞാൻ അനിയേട്ടന്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണ. ദേ താഴെ അതിന്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. വീട് മുഴുവൻ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും നല്ല സന്തോഷത്തിലാ. ആ സമയത്ത് അനിയേട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് മുറിക്കുള്ളിൽ ഇങ്ങനെ അടച്ചിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും എനിക്കത് കേട്ടിട്ട് നല്ല ദേഷ്യമാണ് കേട്ടോ വരുന്നത്. അതിന് ഞാനെന്ത് വേണം? എന്നോട് ചോദിച്ചിട്ടാണോ അവർ ഈ അലങ്കാരമൊക്കെ നടത്തുന്നത്? അല്ല, പൂമാല കെട്ടി വീട് മൊത്തം അലങ്കരിക്കണമെന്ന് ഞാൻ പറഞ്ഞോ? ഈ വിവാഹ നിശ്ചയം പോലും എന്റെ സമൂഹത്തോടെ അല്ല നടത്തുന്നേ. പിന്നെ നീ എന്തിനാണ് ഇതൊക്കെ എന്നോട് വന്ന് പറയുന്നേ എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് തന്നെ അനി തിരിച്ച് അങ്ങോട്ടേക്ക് ചോദിക്കുകയാണ്. അവന്തിക പറയുന്നുണ്ട്, അനിയേട്ടാ ഇത് മുത്തശ്ശൻ എടുത്ത തീരുമാനമല്ലേ? മുത്തശ്ശൻ തന്നെയല്ലേ ഈ എൻഗേജ്മെന്റ് മുന്നിൽ നിന്ന് നടത്തുന്നത്. എന്റെ മാത്രമല്ലല്ലോ, അനിയേട്ടനെ കൂടി എൻഗേജ്മെന്റ് അല്ലേ. അപ്പൊ അനിയേട്ടനും കൂടി സഹകരിച്ചല്ലേ പറ്റുള്ളൂ. എന്തിനാ അനിയേട്ടൻ ഇപ്പോഴും എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നേ? ഇനി 1-2 ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ അനിയേട്ടാ വിവാഹ നിശ്ചയം നടത്താൻ. ആ സമയത്തും അനിയേട്ടൻ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് വലിയ കഷ്ടമാണ് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ അവന്തിക പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അനി പറയുന്നുണ്ട്, അല്ല ഇപ്പൊ നിന്നെ ആരും ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത്? എനിക്ക് ഇച്ചിരി മനസമാധാനത്തോടെ ഇവിടെ ഇരിക്കണം, ഒന്നിറങ്ങി പോകാവോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അവന്തിക പറയുന്നുണ്ട്, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷന്റെ റൂമിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ അതിന് ആരുടെയും സ്വസ്ഥതയൊന്നും കളഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് അനിയേട്ടനെ ഒന്ന് കാണണം തോന്നി, അനിയേട്ടനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ എന്നിങ്ങനെ അവന്തിക പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, അല്ല നീ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നേ? എനിക്ക് നിന്നെ കാണുന്നതോ നിന്നോട് സംസാരിക്കുന്നതോ ഇഷ്ടമല്ലെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ. പിന്നെയും നീ എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ എന്റെ സമനില ആകെ തെറ്റിയിരിക്കുക. എനിക്ക് നിന്നോട് സംസാരിക്കുന്ന പോയിട്ട് നീ പറയുന്ന ഒന്നും കേൾക്കാൻ കൂടി താല്പര്യമില്ല. ദയവ് ചെയ്ത് എന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി പോണം. അവന്തിക ഇങ്ങനെ വിഷമത്തോടെ നോക്കി നിൽക്കുമ്പോഴേക്കും അനു പറയുന്നുണ്ട്, നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ നിന്നോടും അതുപോലെ മുത്തശ്ശനോടും ഒക്കെ തുറന്ന് പറഞ്ഞതല്ലേ. അപ്പോഴെങ്കിലും നിനക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറായിരുന്നല്ലോ. എന്നിട്ട് നീ എന്തായിട്ട് ചെയ്തേ? ഗസ്റ്റ് ഹൗസിൽ പോയി ആദിശേട്ടനെ നയനേടത്തെയും കണ്ടു. അവരോട് കാര്യങ്ങൾ സംസാരിച്ചു. മുത്തശ്ശനും മുത്തശ്ശിയും കയ്യിലെടുത്തു കഴിഞ്ഞു. എല്ലാരും ഇപ്പൊ നിനക്ക് സപ്പോർട്ടായിട്ടല്ലേ ഇവിടെ ഉള്ളത്. പിന്നെ എന്റെ അമ്മയുടെ കാര്യം പറയണ്ടല്ലോ. അമ്മയ്ക്ക് ഇപ്പൊ നിന്നെ ഭയങ്കര ഇഷ്ടമാ. നിന്നെ എന്റെ തലയിൽ കെട്ടിവെച്ചിട്ടേ അമ്മ ഇരിക്കുന്നുള്ള മട്ടിലേ ഇപ്പൊ നടക്കുന്നത്. എല്ലാം നിനക്ക് അനുകൂലമാണല്ലോ. അതുകൊണ്ട് നിനക്കിപ്പോ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളത് എനിക്കറിയാം. പിന്നെ നീ എന്നെ എന്തിനാ ഇങ്ങനെ ടോർച്ചർ ചെയ്യാൻ വരുന്നത്? എനിക്ക് നിന്നെ കാണുന്നതേ ഇഷ്ടമല്ല. എന്റെ മുമ്പിൽ ഇനിയെങ്കിലും നീ വരരുത്. അങ്ങനെ നിനക്ക് വിവാഹം കഴിക്കാൻ മുട്ടിയിരിക്കുകയാണെങ്കിൽ എത്രയോ നല്ല പയ്യന്മാരെ ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞതല്ലേ. എന്നിട്ട് നീ എന്നെ ഇങ്ങനെ മട്ടുപിടിപ്പിക്കുന്ന എന്തിനാന്നാ എനിക്ക് മനസ്സിലാകാത്തെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അവന്തിക ഇച്ചിരി ഉറച്ച ശബ്ദത്തോടെ തന്നെ പറയുന്നുണ്ട്, അതിന്റെ കാരണം ഞാൻ അനിയേട്ടനോട് പറഞ്ഞില്ലേ. ആ നവീൻ വക്കീൽ എന്നെ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അയാളെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള നല്ല സ്വഭാവമുള്ള ഒരു പയ്യനെ മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. അതിനേക്കാൾ നല്ലൊരു ബന്ധം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് തെറ്റാണോ? അത് തെറ്റാന്ന് ആരും പറഞ്ഞില്ല. എനിക്ക് അനിയേട്ടനോട് ഇങ്ങനെ ഒരു സ്നേഹം ഉണ്ടെന്ന് അറിഞ്ഞപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ചെയ്തത്. അത് തെറ്റായിട്ട് അവർക്ക് തോന്നിയിരുന്നെങ്കിൽ അവരെന്നെ തിരുത്താൻ ശ്രമിക്കുമായിരുന്നല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അതും കൂടെ കേട്ട് കഴിയുമ്പോഴേക്കും എനിക്ക് ആകെപ്പാടെ ദേഷ്യം വന്നിട്ട് അനു പറയുന്നുണ്ട്, എന്റെ പൊന്നവന്തികെ, എന്നെ നീ ഒന്ന് വെറുതെ വിട്. എന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് നീ എന്തിനാ എന്നെ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഒന്നുമില്ലെങ്കിലും കുട്ടിക്കാലം മുതലേ നമ്മൾ ഒന്നിച്ച് കളിച്ചു വളർന്നവരല്ലേ. ഭാര്യ എന്ന സ്ഥാനത്ത് നിന്നെ കാണാൻ എനിക്ക് ആവില്ല. നിന്നെ ഞാൻ എന്റെ പെങ്ങളെ പോലെ കണ്ടിട്ടുള്ളൂ. അത് എത്ര പറഞ്ഞിട്ടും നിനക്കെന്താ മനസ്സിലാവാത്തത്? ഇന്ന് വരെ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി ഞാൻ നിന്നെ നോക്കിയിട്ടേ ഇല്ല. അത് ആദ്യം നീ ഒന്ന് മനസ്സിലാക്ക് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവന്തിക അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോ എല്ലാവരുടെ നിർബന്ധപ്രകാരം ഇങ്ങനൊരു വിവാഹം നടന്നാൽ തന്നെയും നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതെന്താ അനിയേട്ടാ അങ്ങനെ പറഞ്ഞത്? എനിക്ക് അനിയേട്ടനെയും എന്നെയും നന്നായിട്ട് അറിയാമല്ലോ. നമ്മൾ രണ്ടുപേരും ഒന്നിച്ചാൽ നല്ലൊരു ജീവിതം നമുക്ക് ഉണ്ടാകുന്നത് തന്നെയാ എന്റെ മനസ്സ് പറയുന്നത്. ഈ തറവാട്ടിലുള്ള എല്ലാവരും ആഗ്രഹിക്കുകയും ചെയ്യുന്ന അത് തന്നെയാ. അവന്തിക അവസാനം ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എനിക്കറിയാം അനിയേട്ടന്റെ മനസ്സിൽ ഇപ്പോഴും ആ നന്ദു അല്ലേ. അവളാ എല്ലാത്തിനും കാരണം. അവൾ അനിയേട്ടന്റെ മനസ്സിലുള്ളതുകൊണ്ടല്ലേ അനിയേട്ടൻ എന്നോട് ഇത്രയും അകൽച്ച കാണിക്കുന്നത്. മുത്തശ്ശനും മുത്തശ്ശിയും ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞിട്ടും ഈ വിവാഹ നിശ്ചയത്തിന് പോലും സമ്മതിക്കാത്തത് അതുകൊണ്ട് മാത്രമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും എനിക്ക് ആ ദേഷ്യം പറ്റുകയാട്ടോ. നന്ദുവിനെ കുറിച്ച് മോശമായ രീതിയിൽ സംസാരിക്കുന്നത് എനിക്ക് കേട്ടോണ്ട് നിൽക്കാൻ കഴിയില്ലല്ലോ. അനി അപ്പോഴേക്കും നന്നായിട്ട് തന്നെ അവന്തിയെ ഫയർ ചെയ്യുകയാണ്. അനിയുടെ കയ്യിൽ നിന്ന് തന്നെ പോവുകയാണ്. അനി പറയുന്നുണ്ട്, അതേടി എന്റെ മനസ്സിൽ നന്ദു തന്നെയാ. എനിക്ക് അവളെയും അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാ. ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതുവാ. അപ്പോഴൊക്കെയും തടസ്സമായിട്ട് നിന്നെ പോലുള്ള ഓരോ അവതാരങ്ങൾ വരും. ആദ്യം അനാമികയായിരുന്നു, ഇപ്പൊ നീ. ഒരു മരണം എന്റെ തലേന്ന് ഒഴിഞ്ഞു പോയാലെന്നൊക്കെ ഓർത്ത് സമാധാനിച്ചിരിക്കുന്ന സമയത്താ ഇപ്പൊ നീ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്.
മനുഷ്യന്റെ ഉള്ള സമാധാനം കൂടി നീ ഇല്ലാതാക്കിയാ ചെയ്തത്. വീട്ടുകാരോ ഞങ്ങൾക്കെതിരെയാ. നേരെ ചൊവ്വ അവളെ ഒന്ന് കാണാനോ സംസാരിക്കാനോ പോലും സമ്മതിക്കുന്നില്ല. അതിന്റെ കൂടിയാ ഇപ്പൊ ഈ ഒരു വിവാഹാലോചനയും. നീ പറഞ്ഞതൊക്കെയും ശരി തന്നെയാ. എന്റെ മനസ്സിൽ അവള് തന്നെയാ. അവളെ അല്ലാതെ മറ്റാരെയും എന്റെ ഭാര്യയുടെ സ്ഥാനത്ത് കാണാൻ എനിക്കാവില്ല. ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അവളെ മാത്രമായിരിക്കും എന്നിങ്ങനെ അനി തീർത്ത് പറയുക. അത് കേൾക്കുമ്പോൾ അവന്തിക്കും ആകെപ്പാടെ സങ്കടവും ദേഷ്യം വരികയാണ്. അവന്തിക അവിടെ നിന്നും കരഞ്ഞോണ്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. അവന്തിക അനിയുടെ റൂമിൽ നിന്നും കരഞ്ഞോണ്ട് താഴേക്ക് ഇറങ്ങി പോകുന്നത് ജാനകി കാണുകയാണ് കേട്ടോ. ജാനകി ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അയ്യോ മോളെ, മോൾ എന്തിനാ കരയുന്നേ? മോളെ ആരെ വിഷമിപ്പിച്ചേ? മോളുടെ മനസ്സ് വിഷമിക്കുന്ന പോലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അനി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അവന്തിക ജാനകിയോട് പറയുന്നുണ്ട്. നന്ദുവാണ് ഇപ്പോഴും അനിയേട്ടന്റെ മനസ്സിലെന്നും അവളെ അല്ലാതെ മറ്റാരെയും ഭാര്യയുടെ സ്ഥാനത്ത് കാണില്ലെന്നൊക്കെ അനിയേട്ടൻ പറഞ്ഞെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അതോടെ കേട്ട് കഴിയുമ്പോഴേക്കും അവന്തികയോട് ജാനകി പറയുന്നുണ്ട്, മോള് താഴേക്ക് പൊക്കോ, അനിയോട് അമ്മ സംസാരിച്ചോളാം. അവനെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഇത് അവന്റെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ചേർന്നെടുത്ത തീരുമാനമാ. ഇവിടെ എന്തായാലും അവന്റെ മുത്തശ്ശൻ തീരുമാനിച്ച പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ മോളെ. അതുകൊണ്ട് മോള് വിഷമിക്കണ്ട. അവനോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. എന്തായാലും മോള് വിഷമിക്കണ്ട. മോള് നല്ല സന്തോഷത്തോടെ തന്നെ ഇരിക്കുന്ന അമ്മയ്ക്ക് ഇഷ്ടമെന്നൊക്കെ പറഞ്ഞ് അവളെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് അനിയുടെ റൂമിലേക്ക് കയറി വരികയാണ് കേട്ടോ ജാനകി. എന്നിട്ട് ജാനകി അനിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. നീ എന്താടാ അവന്തിക മോളോട് പറഞ്ഞത്? ഇപ്പോഴും നിന്റെ മനസ്സിൽ ആ കരാട്ടക്കാരിയാണെന്നോ? അവളെ മനസ്സിലിട്ടോണ്ടാണോടാ നീ അവന്തിക മോളുടെ കഴുത്തിൽ താലി കെട്ടാൻ പോന്നെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, അതിന് അമ്മയോട് ആര് പറഞ്ഞു ഞാൻ അവന്തിയുടെ കഴുത്തിൽ താലി കെട്ടാൻ പോവാന്ന്? ഒരിക്കലുമില്ല. അവന്തിയെ കാണുന്നത് പോലും എനിക്കിപ്പോ വെറുപ്പാമേ. അങ്ങനെയുള്ളപ്പോ അവളുടെ കഴുത്തിൽ ഞാൻ എങ്ങനെ താലി കെട്ടാനാ? മുത്തച്ഛൻ ഓരോ കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് അതൊക്കെ നടത്തിക്കോണെന്ന് പറയുന്നതല്ലേ. അവളുടെ സ്വഭാവം നിങ്ങൾക്ക് ശരിക്കും അറിയാത്തതുകൊണ്ടാമേ നിങ്ങൾ അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. പിന്നെ എന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അവളെ ഒരു പെങ്ങളെപ്പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒരിക്കലും ഒരു ഭാര്യയുടെ സ്ഥാനത്ത് കാണാൻ എനിക്കാവില്ല. അത് അന്ന് പറഞ്ഞ കാര്യം തന്നെയാ ഇപ്പോഴും ഞാൻ പറയുന്നത്. പിന്നെ എന്റെ അഭിപ്രായം ചോദിക്കാതെയും എന്റെ തീരുമാനങ്ങൾ അംഗീകരിക്കാതെയും നിങ്ങൾ ഇതുപോലെ ഒരു വിവാഹ നിശ്ചയമൊക്കെ നടത്തി ബലമായിട്ട് എന്നെ കൊണ്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിച്ച അനാമിക എങ്ങനെയാണോ എന്റെ കൂടെ ജീവിച്ചത് അതേപോലെ അവന്തിക എന്റെ കൂടെ കാണുള്ളൂ. അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു കുടുംബജീവിതം ഒന്നും ഉണ്ടാകുന്ന അമ്മ ഒരിക്കലും ഒരു സ്വപ്നം കാണണ്ടെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, എടാ നീ ഇത് എന്ത് ഭാവിച്ചാ? നിനക്കറിയാമല്ലോ നന്ദു ഒരിക്കലും ഈ വീട്ടിലെ മരുമകളായിട്ട് വരാൻ പോണില്ല. ജീവനുള്ളിടത്തോളം കാലം അങ്ങനെ ഒരു സംഭവം നടക്കാനും പോകുന്നില്ല. പിന്നെ അവന്തിക മോളെ ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണ്. അവന്തിക മോളുടെ സ്വഭാവം ഇപ്പൊ പഴയ പോലെ അല്ലല്ലോ. മോൾ അയർലൻഡിൽ പോയി പഠിച്ചു വന്നതിന് ശേഷം അവളുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായി. നമ്മുടെ തറവാട്ടിലെ എല്ലാരെയും പോലെ ഇപ്പൊ അവള് ചിന്തിക്കുകയും പെരുമാറും ഒക്കെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ജലജയുടെയും അബിയുടെ ഒന്നും സ്വഭാവമല്ല. മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ അവന്തിക ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ നയനയ്ക്കും ആദർശനും ഒക്കെ. അവരെല്ലാരും കൂടി എടുത്ത തീരുമാനമല്ലേ അവന്തിയും നീയും തമ്മിലുള്ള വിവാഹ നിശ്ചയം. പിന്നെ നീ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കുന്ന എന്തിനാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അനി വീണ്ടും ജാനകിയോട് കയർത്ത് തന്നെ സംസാരിക്കുകയാണ്. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, നന്ദുവിനെ വിവാഹം കഴിച്ച് അവളുടെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരിക്കലും അവന്തികയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടാൻ പോകുന്നില്ല അമ്മേ. അതിനി എന്നെ ആരൊക്കെ എന്തൊക്കെ കാണിച്ച് നിർബന്ധിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ശരി, ഒരിക്കലും അവന്തികയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് എന്നെ തീർത്ത് പറയുക കേട്ടോ. അതും പറഞ്ഞിട്ട് അനി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. ജാനകി പിന്നെ സങ്കടത്തോടെ തന്നെ താഴേക്ക് ഇറങ്ങി ചെല്ലുകയും ചെയ്യുന്നുണ്ട്. മുത്തശ്ശിയോട് ജാനകി ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, അനിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ മുത്തശ്ശനെടുത്ത തീരുമാനമല്ലേ, അദ്ദേഹത്തിന്റെ തീരുമാനത്തെ എതിർത്ത് നിൽക്കാൻ അവനാവില്ല. എന്തായാലും നീ സമാധാനമായിട്ട് ഇരിക്കും ജാനകി. അവന്തിക മോളോട് അവൻ ദേഷ്യപ്പെട്ട് മോശമായിട്ട് സംസാരിച്ചെങ്കിലും നീ മോളെ സമാധാനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യണം. എന്തായാലും ഈ വിവാഹ നിശ്ചയം പറഞ്ഞ സമയത്ത് തന്നെ നടക്കും. അദ്ദേഹത്തിന്റെ വാക്ക് ധിക്കരിക്കാൻ അവനാവില്ല. അവരും അവന്തിക മോളും തമ്മിലുള്ള വിവാഹം നടക്കുകയും ചെയ്യും. ആദ്യമൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായാലും പോകെ പോകെ അവരും നല്ലൊരു കുടുംബജീവിതം നയിക്കുമെന്ന് തന്നെയാ അദ്ദേഹവും വിശ്വസിക്കുന്നതെന്നൊക്കെ മുത്തശ്ശിയും പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ജാനകിയെ. അങ്ങനെ ജാനകിയോട് കയർത്ത് സംസാരിച്ചതിന് ശേഷം അനി നേരെ ചെല്ലുന്നത് ഗസ്റ്റ് ഹൗസിലേക്കാണ് കേട്ടോ. അവിടെ ചെന്ന് ആദർശനോടും നയനയോടും അനി തന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട്. പൂജ കഴിഞ്ഞുള്ള അടുത്ത ദിവസം തന്നെ എന്റെയും അവന്തികയുടെയും വിവാഹ നിശ്ചയം നടത്താനാണ് മുത്തശ്ശൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പൊ തന്നെ അതിന്റെ ഒരുക്കങ്ങൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞു. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം ആദർശേട്ടാ, എന്നെ കൊണ്ട് ഇപ്പൊ നിർബന്ധിച്ച് റിംഗ് എക്സ്ചേഞ്ച് ചെയ്താലും ഈ വിവാഹ നിശ്ചയം നടത്തിയാലും ഒരിക്കലും അവന്തികയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടില്ല. അങ്ങനെ താലി കെട്ടേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായ പിന്നെ ഞാൻ ജീവനോടിരിക്കില്ല. ഞാൻ ആത്മഹത്യ ചെയ്യും. അല്ലാതെ എന്റെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല. അത് നിങ്ങൾ ഓർത്തു വെച്ചോ. നന്ദുവിനെ എനിക്ക് എത്രത്തോളം ഇഷ്ടമാണെന്നുള്ളത് നിങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാം. അന്ന് എന്റെ ജീവിതം നശിപ്പിക്കാൻ എന്റെ കൂടെ കൂടിയത് അനാമികയായിരുന്നു. ആ ഒരു മരണം എന്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞപ്പോഴേക്കും അടുത്ത ആളെ നിങ്ങൾ എന്റെ തലയിൽ കെട്ടിവെക്കാനാണ് നോക്കുന്നത്. എനിക്കാണെങ്കിൽ ഇപ്പൊ അവളെ കാണുന്നതും അവളോട് സംസാരിക്കുന്നത് പോലും വെറുപ്പായി കഴിഞ്ഞു. ഇപ്പൊ തന്നെ അവൾ കാരണം എനിക്ക് നമ്മുടെ തറവാട്ടിലോട്ട് പോലും കയറി ചെല്ലാൻ തോന്നുന്നില്ല. എന്റെ മാനസികാവസ്ഥയോ എന്റെ വിഷമോ ഒന്നും ആരും നോക്കാറില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യം തന്നെയാ വലുത്. ഇപ്പൊ പോലും അവന്തികളുടെ ഇഷ്ടം സാധിക്കാനായിട്ടല്ലേ മുത്തശ്ശൻ എന്നെ കരുവാക്കുന്നത്. അല്ലാതെ ഞാൻ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് മുത്തശ്ശൻ പോലും ഇപ്പൊ ആഗ്രഹിക്കുന്നില്ലല്ലോ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ മുത്തശ്ശൻ എന്റെ കൂടെയല്ലേ നിൽക്കേണ്ടത്. എന്തായാലും എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി.
കുടുംബത്തിനകത്തും പുറത്തും എന്നെ സപ്പോർട്ട് ചെയ്യാനോ എൻ്റെ കൂടെ നിൽക്കാനോ ആരുമില്ലെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങളോട് തുറന്നു പറയുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യും, അല്ലാതെ എൻ്റെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല. അവന്തികയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടുന്നൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റിയേരെ. മുത്തശ്ശൻ്റെ വാക്ക് ധിക്കരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മുത്തശ്ശനോട് എനിക്ക് മറുത്തൊന്നും പറയാനും പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ മുത്തശ്ശൻ്റെ അടുത്ത് സീരിയസ് ആയിട്ട് ഈ കാര്യങ്ങൾ പറയണം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ രണ്ടിലൊന്നും നടക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് അനി അവിടുന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ അനി എപ്പോഴത്തെയും പോലെയല്ല, നല്ല ഗൗരവത്തിലും നല്ല ദേഷ്യത്തോടെയും സങ്കടത്തോടെയൊക്കെയാണ് വന്ന് ആദർശിൻ്റെ അടുത്തും നയനയുടെ അടുത്തും ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത്. തന്നെയുമല്ല, അവൻ്റെ സംസാരത്തിൽ നിന്ന് ഒരു ആത്മഹത്യാ ഭീഷണിയും ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് അത് കേൾക്കുമ്പോൾ അവർക്ക് നല്ല ഭയം തോന്നുകയാണ്. അനാമിയും അനിയും എങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരുന്നതെന്നും നന്ദുവിനോട് എനിക്ക് എത്രമാത്രം ഇഷ്ടമുണ്ടെന്നും അവർ തമ്മിൽ ഒന്നിക്കാൻ പറ്റാത്തതിന്റെ വിഷമവും, അതുപോലെ ഇപ്പം അവന്തിക്ക് കൂടി അവന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നതിന്റെയും ആ എല്ലാം കൂടിയുള്ള ഒരു സമ്മർദ്ദമാണ് അവനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചതെന്ന് ആദർശ് പറയുന്നുണ്ട് കേട്ടോ. എന്നാലും ഈ വിവരം എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കേണ്ടവരെ അറിയിക്കണം എന്നൊക്കെ നയനയും പറയുന്നുണ്ട്. അങ്ങനെ അവർ മുത്തച്ഛനെ വിളിച്ച് അനി ഇവിടെ വന്നിട്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവനാകെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണെന്നും ഇക്കണക്കിന് പോയാൽ അവനെന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ എന്നുള്ളൊരു ഭയമുണ്ടെന്നും ഒക്കെ പറയുകയാണ്. ആദർശ് നയനയും പറയുന്നത് കേൾക്കുമ്പോഴേക്കും മുത്തച്ഛന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവന്തിക നല്ല കുട്ടിയാ, നമ്മുടെ തറവാടിനെ കുറിച്ചും നമ്മുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല ബോധമുള്ള കുട്ടി. അവളെ വിവാഹം കഴിക്കുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ ഉപകാരമല്ലേ ഉള്ളൂ. ബിസിനസിന്റെ കാര്യത്തിലാണെങ്കിലും അവന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം കൊണ്ടും അവന് പറ്റിയൊരു പെൺകുട്ടി തന്നെയാണ് അവന്തിക. അത് മാത്രമല്ലല്ലോ, നമുക്കെല്ലാവർക്കും അറിയാം അവന്റെ രണ്ടാമത്തെ വിവാഹമാണിത്. അനി ആദ്യം ഒന്ന് കല്യാണം കഴിച്ചതാണെന്നൊക്കെ ഉള്ളത് അറിഞ്ഞിട്ട് തന്നെയല്ലേ മോൾ അവനോടൊരു അടുപ്പം കാണിച്ചതും അവനെ ഇഷ്ടപ്പെട്ടതും ഒക്കെ. അവന്റെ കൂടെ നല്ലൊരു കുടുംബജീവിതം നയിക്കണമെന്ന് അവന്തിക മോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം അബിയുടെയും ജലജയുടെയും ഒന്നും ഒരു സ്വഭാവമേ അല്ല മോക്ക്. മോളിപ്പം നമ്മുടെ കുടുംബത്തിലെ ചിട്ടകളും മര്യാദകളും എല്ലാം പാലിച്ച് നമ്മളിൽ ഒരാളായിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ മോൾ ഒരാഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കാതിരിക്കാൻ കഴിയുമെന്നൊക്കെയാണ് മുത്തശ്ശൻ ചോദിക്കുന്നത്. എന്തായാലും ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശ എന്നാലും എല്ലാം ഒന്ന് സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. അനി എപ്പോഴും പറയും പോലല്ല, അവന്റെ മനസ്സിന് നല്ല വിഷമമുണ്ട് മുത്തശ്ശ. അതുകൊണ്ട് അവനെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അല്ലെങ്കിൽ മുത്തശ്ശൻ തന്നെ അവനെ വിളിച്ച് കാര്യത്തിലൊന്ന് ഉപദേശിക്കുകയും അവനോട് കുറച്ചേരം സംസാരിക്കുകയൊക്കെ ചെയ്യണമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ അനിയെ വിളിച്ച് സംസാരിച്ചോളം എന്നൊക്കെ തന്നെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അനിയുടെ കാര്യത്തിൽ ഇവർ നല്ല ടെൻഷനാകുകയാണ് കേട്ടോ ആദർശം നയനയും. അതിനൊക്കെ ശേഷം അനി തിരിച്ച് തറവാട്ടിലേക്ക് പോകാൻ മടിച്ചിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ പുറത്ത് കറങ്ങി നടക്കുകയാണ്. അങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുന്ന സമയത്താണ് അവന്തിക ഒരാളുടെ കൂടെ കാറിൽ പോകുന്നത് കാണുന്നത്. പക്ഷെ ആ കാർ ഓടിക്കുന്നത് ആരാണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഹെൽമെറ്റ് ഒക്കെ വെച്ച് അവരെ ഫോളോ ചെയ്ത് അനി പിന്നാലെ തന്നെ പോവുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവര് അധികം ആളൊന്നും ഇല്ലാത്ത ഒരു പാർക്കിന്റെ സൈഡിൽ വണ്ടി നിർത്തിയിട്ട് അവർ ഇറങ്ങി നിന്ന് സംസാരിക്കുകയാണ്. അനി ആ കറക്റ്റ് സമയത്ത് അവരുടെ പിന്നാലെ തന്നെ പോയതുകൊണ്ട് അവരെ ഫോളോ ചെയ്ത് അവരുടെ അടുത്തെത്താനും എനിക്ക് കഴിഞ്ഞായിരുന്നു. അവന്തിക ആരോടാണ് ഈ സംസാരിക്കുന്നതെന്ന് എനിക്ക് അത്ര പിടികിട്ടിയൊന്നുമില്ല. എന്നാലും അനി അത് വീഡിയോ എടുക്കുന്നുണ്ട്. അവന്തികയും നാഗേന്ദ്രനും കൂടി സംസാരിക്കുന്നതൊക്കെ വീഡിയോ എടുത്ത് വെക്കുകയാണ് കേട്ടോ അനി. അയാളെ അത്ര വ്യക്തമായിട്ട് അറിയില്ലെങ്കിലും എവിടെയോ കണ്ടുപരിചയമുള്ള പോലെ തന്നെ എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ നാഗേന്ദ്രന്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ സംസാരിച്ചായിരുന്നല്ലോ. അപ്പോൾ അത് നാഗേന്ദ്രനാണെന്നുള്ളൊരു സംശയം അനിയുടെ മനസ്സിലുണ്ട് കേട്ടോ. അത് ആദർശേട്ടനെ കാണിക്കാനും കൂടി വേണ്ടിയിട്ടാണ് അനി ആ വീഡിയോ എടുക്കുന്നത്. എന്നിട്ട് അനി നേരെ ആ വീഡിയോയുമായിട്ട് നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് തന്നെ ചെല്ലുകയാണ്. എന്നിട്ട് ആദർശനെയും നയനെയും ഈ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് പോയതിനു ശേഷം തിരിച്ച് തറവാട്ടിലേക്ക് എനിക്ക് പോകാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം റിലാക്സ് ആകാനായിട്ട് രാകേഷിന്റെയും വിഘ്നേഷിന്റെയും കൂടെ പുറത്തു പോയിരിക്കുകയായിരുന്നു. ആ സമയത്ത് ആ അവന്തിക ആരുടെയും കൂടെ കാറിലിരുന്ന് പോകുന്ന ഞാൻ കണ്ടത്. എന്തായാലും ആ സമയത്ത് അവരെ ഫോളോ ചെയ്ത് പോകാൻ തോന്നിയത് നന്നായി. അധികം ആൾക്കാരൊന്നും പോകാത്ത ടൗണിനടുത്തുള്ള ആ പാർക്കില്ലേ, ആ പാർക്കിന്റെ സൈഡിൽ ഇവർ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് കുറച്ചു നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്തായാലും അത് വീഡിയോ എടുത്തു. ഇയാളെ കണ്ടിട്ട് എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല. പിന്നെ എനിക്ക് ഓർമ്മ വന്നത് ഇയാൾ ആ നാഗേന്ദ്രനാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അത് കാണിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ആദർശേട്ടൻ്റെ അടുത്ത് എത്തിയെന്നൊക്കെ പറഞ്ഞ് ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ ആദർശിന്റെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവന്തികയുമായിട്ടും അയാൾക്ക് നല്ല ബന്ധമുണ്ടല്ലേ. അന്ന് അയാളെ റോഡിൽ വെച്ച് ചോദ്യം ചെയ്തപ്പം അവന്തികയുമായിട്ട് അയാൾക്ക് യാതൊരു ബന്ധവും ഇല്ലെന്നാണ് പറഞ്ഞത്. അവന്തിക നമ്മുടെ പക്ഷത്തായതുകൊണ്ട് അയാൾ അതിന് ശ്രമിക്കുന്നില്ല എന്നും പറഞ്ഞു. എന്നാൽ അയാൾ പറഞ്ഞതൊക്കെ വെറും നുണ തന്നെയാ. അഭിയുമായിട്ട് മാത്രമല്ല അവന്തികയുമായിട്ടും അയാൾക്ക് നല്ല ബന്ധമുണ്ട്. എന്തായാലും നിനക്ക് അവരെ ഫോളോ ചെയ്ത് പോകാൻ പറ്റിയത് നന്നായി. അവന്തികയ്ക്കും അയാളുമായിട്ട് അടുപ്പമുണ്ടെന്നുള്ള കാര്യം ഇപ്പൊ നമുക്ക് ഉറപ്പായല്ലോ. ഇനി ഇത് എത്രയും പെട്ടെന്ന് മുത്തച്ഛനെ വിളിച്ച് അറിയിക്കുകയും ചെയ്യണം. ജ്വല്ലറിയുടെ MD നാഗേന്ദ്രനാണെന്ന് അറിഞ്ഞിട്ടും അവനെ അവിടെ മാനേജറാക്കി എടുത്തതിന്റെ പേരിൽ അഭി ഇതുവരെ ചോദ്യം ചെയ്യാതിരിക്കുകയായിരുന്നു മുത്തശ്ശൻ. തക്കതായ തെളിവും ഒരവസരവും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശൻ കാത്തിരുന്നത്. എന്തായാലും ഇപ്പൊ ഒരു കാര്യം വ്യക്തമായില്ലേ, അവന്തിക നമ്മളെ ചിരിച്ചോണ്ട് കഴുത്തിറക്കാനാണ് നോക്കിയത്. അല്ലെങ്കിൽ അവൾ എന്തിനാ അയാളുടെ കൂടെ കാറിൽ പോകുന്നതും അയാളുമായിട്ട് ഇത്രയും സംസാരിക്കുന്നതും ഒക്കെ. അഭിയോടും അപ്പച്ചിയോടും നബിയോടും ഒക്കെ ശത്രുതയുള്ള പോലെ അവൾ അഭിനയിക്കുകയായിരുന്നു.
എന്നിട്ട് നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ രഹസ്യങ്ങളൊക്കെ അവർക്ക് ചോർത്തി കൊടുക്കുകയും നമ്മളെ ചതിക്കാനും അവളെ നോക്കിയത്. നയന പറയുന്നുണ്ട്, അതേ ആദർശേട്ടാ, എനിക്കും ഇപ്പൊ അങ്ങനെ തന്നെയാ തോന്നുന്നത്. എന്നാലും അവന്തികയെ ഞാൻ ഒരിക്കലും ഇങ്ങനെ വിശ്വസിച്ചില്ല. അവള് പുറത്തുപോയി പഠിച്ചു വന്നതിന് ശേഷം അവളുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായെന്ന് തന്നെ ഞാൻ വിചാരിച്ചത്. ഞാനെന്നല്ല, മുത്തശ്ശനും മുത്തശ്ശിയും അടക്കം തറവാട്ടിലെ എല്ലാവരും അങ്ങനെ വിചാരിച്ചത്. എന്നാൽ അവളുടെ മനസ്സിൽ ഇങ്ങനൊരു തന്ത്രം ഉണ്ടെന്നുള്ളത് നമ്മൾ ഇപ്പോഴാണല്ലോ അറിയുന്നത്. എന്തായാലും ഇപ്പോഴെങ്കിലും ഇത് അറിഞ്ഞത് നന്നായി. എന്നിട്ടും അവളെന്തിനാ അനിയെ വിവാഹം കഴിക്കാൻ ഇത്ര താല്പര്യം കാണിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പൊ അനി പറയുന്നുണ്ട്, എന്തായാലും ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഞാൻ എത്ര പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞതാ അവളുടെ സ്വഭാവം ശരിയല്ലാന്ന്. അവൾ എന്തോ മനസ്സിൽ കണ്ടിട്ട് തന്നെയാ എന്നോട് ഈ അടുപ്പം കാണിക്കുന്നതെന്നൊക്കെ. അവള് നല്ല സൂത്രശാലിയാ. അവളുടെ അമ്മയുടെയും ചേട്ടന്റെയും ഒക്കെ സ്വഭാവം തന്നെ അവൾക്കും കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ പിന്നിലും എന്തെങ്കിലും ഒരു കുബുദ്ധി കാണും ആദർശേട്ടാ. അത് ഉറപ്പായ കാര്യം തന്നെയാന്നൊക്കെ അനി ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അതെ, എനിക്കിപ്പോൾ അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ട്. നിന്നോട് അവൾക്ക് താല്പര്യമുണ്ടെന്ന് അവൾ നിന്നോട് പറഞ്ഞതിന് ശേഷം അവൾ നേരെ ഇങ്ങോട്ടേക്ക് വന്ന് ഞങ്ങളോട് ആ കാര്യം പറഞ്ഞത്. അതിനുശേഷം മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ സംസാരിച്ച് അവരുടെ സമ്മതം കൂടി വാങ്ങുകയായിരുന്നു. എന്തായാലും ഇതിന് പിന്നിൽ അവൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടുപിടിക്കുക തന്നെ ചെയ്യണമെന്നൊക്കെ ആദർശ് നയനയും അനിയും കൂടെ തീരുമാനിക്കുകയാണ്. ശരിക്കും ഈ ഒരു തെളിവ് കിട്ടിയത് കൊണ്ട് തന്നെ അനിക്ക് നല്ല സമാധാനമാവുകയാണ് കേട്ടോ. ഇനി എന്തായാലും അവന്തികയുടെ കാര്യം പറഞ്ഞ് ആരും എന്നെ ടോർച്ചർ ചെയ്യാൻ വരില്ലല്ലോ. അവളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് ആരും എന്നെ നിർബന്ധിക്കാനും പോകുന്നില്ല. അവളും ആ നാഗേന്ദ്രൻ തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടെന്നും അവരെന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നും എന്തൊക്കെയോ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും അതൊക്കെ പൊളിച്ചെടുക്കുന്നതോടുകൂടി തന്നെ അവൾ ആ തറവാട്ടിൽ നിന്ന് അടിച്ച് പുറത്തിറക്കാൻ കഴിയുമെന്നൊക്കെയാണ് നമ്മുടെ അനി ഇങ്ങനെ ഓർത്ത് സന്തോഷിച്ചിരിക്കുന്നത്. എന്തായാലും അത്രയും സമാധാനത്തോടെ തന്നെ അനി തിരിച്ച് തറവാട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ പൂജയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആദർശ നയനയും കൂടെ തിരികെ അനന്തപുരം തറവാട്ടിലേക്ക് എത്തുകയാണ്. മുത്തശ്ശൻ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു മുഹൂർത്തത്തിൽ അവരെ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വിളിക്കുകയും ഇവർ സന്തോഷത്തോടെ അങ്ങോട്ടേക്ക് കയറി ചെല്ലുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആദർശ നയനയും തിരിച്ച് അനന്തപുരം തറവാട്ടിലേക്ക് വരുന്ന കാണുമ്പോഴേക്കും ജലജയും അബിയും അവന്തിയൊക്കെ ആകെ ഷോക്കായി നിൽക്കുകയാണ്. മുത്തശ്ശന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നുവെന്നും മുത്തശ്ശൻ ഇവരെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചിരുന്നു എന്നൊക്കെയുള്ളത് ആ സമയത്താണ് അവർ അറിയുന്നതും. എന്തായാലും ബാക്കി എല്ലാവർക്കും നല്ല സന്തോഷമാവുന്നുണ്ട്. എല്ലാവരും അവർ രണ്ടുപേരെയും ഒരുപാട് സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കുകയും ആ പൂജയും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ ആദർശ നയനെ മുത്തശ്ശനോട് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതും അനി കൊണ്ടുവന്ന് കൊടുത്ത ആ ഒരു വീഡിയോ കാണിക്കുകയും ചെയ്യുന്നത്. അതും കൂടെ കാണുമ്പോഴേക്കും മുത്തശ്ശനും അവന്തികയെ നല്ല സംശയമാവുകയാണ് കേട്ടോ. അതിനുശേഷം അവന്തികയെ അവർ നന്നായിട്ട് തന്നെ വാച്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അവന്തികയും നാഗേന്ദ്രയും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്നും ഇവരെന്തൊക്കെയോ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും ഒക്കെ ഉള്ളത് അവർക്ക് മനസ്സിലാകുകയും ചെയ്യുന്നത്. എന്തായാലും വിവാഹ നിശ്ചയം നടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ മുത്തശ്ശൻ അവന്തികയെ നന്നായിട്ടൊന്ന് കുടയുന്നുണ്ട്. ആ സമയത്ത് അവന്തികയ്ക്ക് സത്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയേണ്ടിയും വരുന്നുണ്ട്. അനിയെ വിവാഹം കഴിക്കാൻ പ്ലാൻ ചെയ്തതിന്റെ പിന്നിലെ കാര്യങ്ങളും അതുപോലെ അനന്തപുരം തറവാടും മൂർത്തിസ് ജ്വല്ലറിയൊക്കെ കൈക്കലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു വിവാഹത്തിന്റെ പ്ലാനിങ്ങും ഒക്കെ ആയിട്ട് അവർ കൂടെ കൂടിയെന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവന്തിക തന്നെ തുറന്നു പറയേണ്ടി വരികയാണ് കേട്ടോ. അങ്ങനെ അവന്തികയുടെ മനസ്സിലെ കള്ളത്തരങ്ങളെല്ലാം കൈയോടെ തന്നെ പിടികൂടുകയാണ് മുത്തശ്ശൻ. അത് കഴിഞ്ഞ് അവന്തികയോടും അബിയോടും തറവാട്ടിൽ തന്നെ പുറത്തു പോകാൻ ആവശ്യപ്പെടുകയാണ് മുത്തശ്ശൻ. നിങ്ങൾ ഇത്ര നാളും നിങ്ങളുടെ അച്ഛനെ സഹായിച്ചുകൊണ്ടല്ലേ ഇരുന്നത്, ഇനി ആ സഹായമൊക്കെ നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് എന്നിട്ട് മതി എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അവരെ ആ തറവാട്ടിൽ തന്നെ പുറത്താക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കും.